നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുന്നംകുളം പന്നിത്തടത്ത് KSRTC ബസും മീൻ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജൂലൈ 5 ശനിയാഴ്ച 2 മണിക്ക് വലപ്പാട് ഹെഡ് ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് ബാങ്ക് അധികൃതർ മുപ്പയാലിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാമക്കാലയിലെ ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാസയോഗ്യമാക്കണം ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ ചൊവ്വാഴ്ച രാവിലെ അപകടകരമായി വാഹനം മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. കുന്നംകുളം പന്നിത്തടത്ത് KSRTC ബസും മീൻ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. ബസ് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 12ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് കുമളിയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിച്ച വാഹനങ്ങൾ ഇടിച്ചു കയറി 2 കടകളും തകർന്നിട്ടുണ്ട്. ബസ് ഡ്രൈവറുടെ പരിക്ക് അതീവ ഗുരുതരമാണ്. പരിക്കേറ്റ മുഴുവൻ പേരെയും കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജൂലൈ 5 ശനിയാഴ്ച 2 മണിക്ക് വലപ്പാട് ഹെഡ് ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് ബാങ്ക് അധികൃതർ തൃപ്രയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്ക് പരിധിയിലെ 700-ൽ പരം കുട്ടികളെയാണ് മൊമന്റെയും ക്യാഷ് അവാർഡ് നൽകി ആദരിക്കുന്നത്. SSLC+2 തലത്തിൽ പഠനരംഗത്ത് മികവ് കൊണ്ട് ഉന്നത വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കും. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിനിത ആഷിഖ്, MR ദിനേശൻ, PI സജിത, ശാന്തി ബാസി, ബിന്ദു സുരേഷ്, TK ചന്ദ്രബാബു, ശോഭന രവി, വിനീത മോഹൻദാസ്, സിനത്ത് ബഷീർ, MS മോഹൻ എന്നിവരും പങ്കെടുക്കും. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, ഭരണസമിതി അംഗം MD സുരേഷ്, സെക്രട്ടറി റോബിൻ T. ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി KR ധർമ്മജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 10 പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ സന്നിഹിതരായിരിക്കും. ഞങ്ങളുടെ ബാങ്കിൻ്റെ ഒരു സ്റ്റാഫ് കൂടിയായിട്ടുള്ള ജീവൻ, അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കഥ കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം അന്ന് പങ്കുവയ്ക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ മക്കൾക്കും ഇതുപോലെയുള്ള പ്രത്യേകമായിട്ടുള്ള വിജയം കൈവരിച്ചവർക്ക് അനുമോദനങ്ങൾ നൽകുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് എല്ലാ ചാമക്കാലയിലെ ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് വാസയോഗ്യമാക്കണമെന്ന് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി കൺവെൻഷൻ ആവശ്യപ്പെട്ടു. KA അമ്മുക്കുഞ്ഞി സാഹിബ് നഗറിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി CA അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി മൻസൂർ അന്തറാത്തറ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു, നിയോജക മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TA ഫഹദ്, എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി, വാർഡ് മെമ്പർ KS അനിൽകുമാർ, PB മുഹമ്മദ് ഹാജി, റഷീദ് പുറക്കുളം, PB ബദറുദ്ദീൻ, ശാഖ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി VM സൈഫുദ്ദീൻ, ഹുസൈൻ പടിയത്ത്, KMCC നേതാക്കളായ ഹുസൈൻ തളിക്കുളം, നിയാസ് പുറക്കുളം തുടങ്ങിയവർ സംബന്ധിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ ചൊവ്വാഴ്ച രാവിലെ അപകടകരമായി വാഹനം മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലെ ഡ്രൈവർ 33 വയസ്സുള്ള മീണാലൂർ സജീവന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. തെറ്റായ ദിശയിൽ അപകടകരമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിനു പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കണം. സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകണമെന്നും നിബന്ധന ബസിന്റെ മരണപ്പാച്ചിലിൽ ജീവൻ
നഷ്ടപ്പെടാതിരിക്കാൻ സ്കൂട്ടർ റോഡിൽ നിന്നിറക്കിയതിനാൽ സ്കൂട്ടർ യാത്രക്കാരി അപകടമില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. ജൂലൈ 8 സൂചനാ പണിമുടക്ക്. ജൂലൈ 22 മുതൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 8 സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കും 22 മുതൽ അനിശ്ചിതകാല സമരവും നടത്താൻ ബസ് ഉടമകളുടെ സംയുക്ത സമിതി തീരുമാനിച്ചു. പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കുകൾ വർദ്ധിപ്പിക്കുക, തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക, ചലാൻ വഴി അമിത പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, വിലപിടിപ്പുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ചാലക്കുടി മുരിങ്ങൂർ ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ് അപകടം. ചാലക്കുടി മുരിങ്ങൂർ ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ അപകടം. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട വെള്ളക്കെട്ടിലേക്കാണ് കാർ മറിഞ്ഞത്. സർവീസ് റോഡിന് സമീപമാണ് അപകടം. 2 യാത്രക്കാരുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരം സ്വദേശി മനു, തൃശൂർ സ്വദേശിനി വിൽസൺ എന്നിവരായിരുന്നു കാറിലുണ്ടായിരുന്നത്. പുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മിക്കാനെടുത്ത കുഴിയിലാണ് കാർ വീണത്. പുലർച്ചെ 5 മണിക്കാണ് അപകടം ഉണ്ടായത്. സെക്കൻഡ് ഹാൻഡ് കാർ ബിസിനസ് നടത്തുന്നയാളാണ് മനു. നാനോ കാർ വാങ്ങി തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയയാളെ മർദ്ദിച്ചു. ഇൻസ്പെക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടിക MLA മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ പട്ടികജാതിക്കാരനായ ചുമട്ടുതൊഴിലാളി ഇൻസ്പെക്ടർ മർദ്ദിച്ചായി മുഖ്യമന്ത്രിക്ക് പരാതി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി തെക്കേമഠത്തിൽ സുരേഷാണ് പരാതി നൽകിയത്. പരാതിയിൽ പറയുന്നത് ഇങ്ങനെ: വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിൽ GJB സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് സുരേഷും കുടുംബവും താമസിക്കുന്നത്. ക്യാമ്പിന് പുറത്തു വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡ് കീറിയ സംഭവത്തിൽ മകനെ ശാസിച്ചുകൊണ്ടിരുന്ന സുരേഷിനെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദ്യം ചെയ്തു. അക്കൂട്ടത്തിലുണ്ടായിരുന്ന അനീഷ് എന്നയാൾ സുരേഷിനെ ചവിട്ടുകയും കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. പരിക്കേറ്റ സുരേഷിനെ സ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പർ നസീജ മുത്തലിഫ് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് സുരേഷ് ചേർപ്പ് പോലീസിൽ പരാതി നൽകി. ബുധനാഴ്ച രാവിലെ സുരേഷിനെയും അനീഷിനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. തുടർന്ന് ഇൻസ്പെക്ടർ C. രമേശ് അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിൽ വെച്ച് അനീഷിന്റെ മുന്നിൽ വെച്ച് അകാരണമായി സുരേഷിന്റെ തലയിലും മുഖത്തും അടിച്ചുവെന്നും തലച്ചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുറെ നേരം സ്റ്റേഷനകത്ത് ബെഞ്ചിലിരുത്തിയെന്നുമാണ് പരാതി. സുരേഷ് ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം ഈ കേസ് ഉൾപ്പെടെ ഒട്ടേറെ പരാതികൾ ചേർപ്പ് ഇൻസ്പെക്ടർക്കെതിരെ ഉയർന്നിട്ടുണ്ടെന്നും അടിയന്തരമായി ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റണമെന്നും നാട്ടിക MLA CC മുകുന്ദൻ ആവശ്യപ്പെട്ടു. ഇൻസ്പെക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായി MLA അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം പന്നിത്തടത്ത് KSRTC ബസും മീൻ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 12 പേർക്ക് പരിക്കേറ്റു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജൂലൈ 5 ശനിയാഴ്ച 2 മണിക്ക് വലപ്പാട് ഹെഡ് ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് ബാങ്ക് അധികൃതർ മുപ്പയാരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാമക്കാലയിലെ ആശ്വാസ കേന്ദ്രത്തിന്റെ ശോചനീയ അവസ്ഥ പരിഹരിച്ച് വാസയോഗ്യമാക്കണം ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ ചൊവ്വാഴ്ച രാവിലെ അപകടകരമായി വാഹനം മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.